ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പാൽ പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ കഴിക്കാൻ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റുകൾ മിച്ചം വരുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഐറ്റം ഉപയോഗിച്ച് നമുക്കൊരു പാൽ പേട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഇതിനകത്തിപ്പം പല കമ്പനിയുടെ ബിസ്ക്കറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എടുത്തിട്ട് ഒരു പാൽ പേട ഉണ്ടാക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര വേണം, നെയ്യ് വേണം, പിന്നെ പാല് വേണം, പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്ട് നട്ട്സോ കടലയോ എന്തെങ്കിലും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ മതിയാവും ഈ ഒരു പാൽപ്പേടയ്ക്ക്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പൊടിയും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ പഞ്ചസാരയും ബിസ്ക്കറ്റും ഒരു സ്പൂൺ നെയ്യും, ഒരു ചെറിയൊരു സ്പൂണിന് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിത്തിരി നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാലും കൊണ്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്, തിളപ്പിക്കാത്ത പാല്, സാദാ പാലും കൊണ്ട്. അപ്പോൾ ആ പാല് ഒത്തിരി ഒഴിക്കില്ല, കുറേശ്ശേ ഒഴിക്കാവുള്ളൂ. കാരണം ബിസ്ക്കറ്റ് പൗഡർ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഒത്തിരി പാൽ ഒഴിച്ചാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതൊന്ന് ആക്കിയെടുക്കാം. അപ്പം ഞാൻ വട്ടം ചുറ്റിയപ്പോഴൊന്നും വലിയ ഷേപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. എന്നിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിലേക്ക് കടല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ കഴിച്ചിട്ട് മിച്ചം വരുന്ന ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.